ഇന്നലെ വരെ ജോലിക്കെത്തിയ സ്ഥാപനത്തിൽ ഇന്ന് രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികൾ കാണുന്നത് ആ സ്ഥാപനം അടഞ്ഞുകിടക്കുന്നതാണ്. ഇനി അവിടെ തൊഴിലില്ല എന്നും അനൗദ്യോഗികമായി അവർക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. അവരുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് വളരെയേറെ ഒരു ചോദ്യചിഹ്നമാണ്. ആ തൊഴിലാളികളോട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ ചോദിക്കാം. ചേച്ചി, എന്തെങ്കിലും തരത്തിൽ കട അടയ്ക്കുന്നതായിട്ട് അറിയിപ്പ് വല്ലതും കിട്ടിയായിരുന്നു? ഇല്ല, അറിയിപ്പൊന്നും തന്നിട്ടില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോഴാണ് ഷോപ്പ് അടച്ചിട്ടിരിക്കുന്നത് കാണുന്നത്. അല്ലാതെ അതിന് മുൻപൊന്നും അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങളോട്. ഈ ശമ്പള കുടിശ്ശിക എന്തെങ്കിലും കിട്ടാനുണ്ട്? അങ്ങനെയൊന്നും കിട്ടാനില്ല. ഞങ്ങൾക്ക് ഈ മാസം മാത്രം സാലറി ഉള്ളൂ. ഒരു മാസത്തെ പൈസ മാത്രമേ കിട്ടാൻ? ഈ മാസത്തെ ജൂൺ മാസത്തിന്. ഇനി കട തുറക്കുന്നില്ല എന്ന് വല്ല അറിയിപ്പ് കിട്ടിയോ? അങ്ങനൊന്നും ഇതുവരെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. ഇന്നിങ്ങനെ ഇപ്പോൾ കാണുന്ന പോലെ ഞങ്ങളും കാണുക. അകത്ത് സാധനമുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഷോപ്പ് അടച്ചിട്ടേക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇവിടെ അടുത്ത ആരണ്ടൊക്കെ പറയുന്നത് കേട്ടു കണ്ടെയ്നറിലൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി കൊണ്ടുപോയി എന്നൊക്കെ. അതും കറക്റ്റ് നമുക്കറിയത്തില്ല. പിന്നെ ഇന്ന് സാറിനെ വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. അത്ര നമുക്കറിയത്തുള്ളൂ. ഇനി എങ്ങനെയാണെന്നാലും ജോലിയുടെ കാര്യം? ജോലിയുടെ കാര്യം ഒന്നും അറിയത്തില്ല. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരിടത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ജോലി കിട്ടത്തില്ല. അപ്പം ഇനി ഇവിടെ സ്റ്റാഫുകളെല്ലാം എന്ത് തീരുമാനം എടുക്കുന്നു അവരുടെ കൂടെ മുന്നോട്ട് പോവാം. ഏതെങ്കിലും തരത്തിൽ പരാതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ ചേച്ചി? അങ്ങനെയൊന്നുമില്ല. പരാതിയായിട്ടുണ്ട്. നമുക്ക് ശമ്പളം ഈ മാസത്തെ ശമ്പളം കിട്ടാനുള്ളൂ. കുടിശ്ശികയൊന്നും വന്നിട്ടില്ല. ഇനി കട ഞങ്ങൾ വരുമ്പോൾ കട പൂട്ടിയിട്ടിരിക്കുന്നു. ഈ മുമ്പ് ദിവസം, അതായത് ശനിയാഴ്ച ദിവസമായിരുന്നല്ലോ അവസാനമായിട്ട് പോയത്. അന്ന് എന്തെങ്കിലും കട അടയ്ക്കുന്നതായിട്ട് വല്ലതും വിവരം കിട്ടിയായിരുന്നു? ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ഇല്ല. തിങ്കളാഴ്ച ജോലിക്കുണ്ട്, ഞായറാഴ്ച ഞായറാഴ്ച കൊണ്ട് ജോലിയില്ല. എത്ര തൊഴിലാളികളുണ്ട് ഏകദേശം? ഇപ്പം ഇവിടെ 83 പേരോളം ഇപ്പം വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ വരുവാണെങ്കിൽ. കടയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കൂടുതൽ വിവരങ്ങളോ വല്ലതും കിട്ടിയിട്ടുണ്ടോ ചേച്ചി? കൂടുതലൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ രാവിലെ വരുമ്പം കട അടച്ചിട്ടേക്കുന്നതാണ് കണ്ടത്. ഞങ്ങളോട് നേരത്തെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് പിന്നെ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും, ഒന്നും അറിയത്തില്ല. ചേച്ചി, അതായത് കട ഒരു ദിവസം മുന്നേ ആണല്ലോ, ഇപ്പോൾ ഞായറാഴ്ച ദിവസം അവധിയായിരുന്നു. അതിന് ശനിയാഴ്ച നിങ്ങൾ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അറിയിപ്പ് കിട്ടിയിരുന്നോ? ഒരു അറിയിപ്പും കിട്ടിയില്ല. അപ്പോൾ ഞാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ കൈപ്പട്ടു കടയിലും വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ പിന്നെ ഷോപ്പ് അവിടെ ആളില്ലായിരിക്കുന്ന സമയത്ത് എന്നോട് പറയും അങ്ങോട്ട് പോകാൻ പറയും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ തിങ്കളാഴ്ച ഇവിടെ വന്നപ്പോഴത്തേനും കട അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾ ജോലി വേറെ നോക്കണ്ടേ? ഞങ്ങൾക്കിനി ജോലി നോക്കണം. ഒന്നും എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാം നമുക്ക് ഇത് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നല്ലോ. ഈ ശമ്പളത്തെ ആശ്രയിച്ചാണോ കുടുംബം പോകുന്നത്? ആന്ന്. വീട്ടിലെ പിള്ളേർ പഠിപ്പ് ഉണ്ട്. മോളും മോന് ഉണ്ട്. കുടുംബം നമ്മൾ എന്തു പറയുന്നത്, നമ്മളെല്ലാം ഒരു വരുമാന മാർഗ്ഗമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പോകും. ഞങ്ങൾക്കെല്ലാം വിഷമമാണ്. അതുകൊണ്ട് ഏതാണ്ട് 90-ലധികം തൊഴിലാളികളുടെ ജീവിതമാണ് വഴിമുട്ടിയിരിക്കുന്നത്. ഈ കട തുറന്ന് പ്രവർത്തിപ്പിക്കണം, അതല്ലെങ്കിൽ ഇവർക്ക് ഈ മാസം ശമ്പളമെങ്കിലും കൊടുക്കണം എന്നാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. അത് അനുഭാവപൂർവ്വം ഇതിൻ്റെ ഉടമകൾ പരിഗണിക്കട്ടെ. അടൂരിൽ നിന്നും നന്ദുഷ എസ്, മീഡിയ 1 പത്തനംതിട്ട.